ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. നക്ഷത്രങ്ങൾ 3 തരമുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാര നക്ഷത്രങ്ങൾ. കാർത്തിക, ഉത്രം, ഉത്രാടം, ആയില്യം, ചോതി, ചതയം, രേവതി, തിരുവാതിര, തൃക്കേട്ട എന്നിവയാണ് സംഹാര നക്ഷത്രങ്ങൾ. ആരോടെങ്കിലും വിരോധം തോന്നിയാൽ ജീവിതകാലം മുഴുവൻ ആ വിരോധം ഇവരുടെ ഉള്ളിലുണ്ടാകും. അതുമാത്രമല്ല, ഈ നക്ഷത്രങ്ങളുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ഇവർ വളരെ ആത്മാഭിമാനികളും സ്വാതന്ത്ര്യത്തിന് വളരെ വില കൽപ്പിക്കുന്നവരും അതുപോലെ തന്നെ ഉറച്ച ഇച്ഛാശക്തി ഉള്ളവരുമാണ്. ഇതിനാൽ തന്നെ ഇവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന സന്ദർഭമെങ്കിൽ ഇവരത് പരുഷമായി സംസാരിക്കുന്നതാണ്. ഇതിനാൽ ഇവർക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഏതെങ്കിലും കാര്യം കേട്ട മാത്രയിൽ തീരുമാനമെടുക്കില്ല, മറിച്ച് വളരെയേറെ ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. 2 തവണയെങ്കിലും ആലോചിച്ചേ തീരുമാനമെടുക്കൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം പിന്നീട് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്തെങ്കിലും മണ്ടത്തരമായൊരു തീരുമാനമാണെങ്കിൽ പോലും ഇവരത് മാറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിക്താനുഭവങ്ങളും ഇവർക്കുണ്ടാകും. ഏറെ ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാണെങ്കിലും ഇവരെ ഈഗോ ഉള്ളവരും അഹങ്കാരികളുമൊക്കെ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഇതിന് കാരണം. അതിനാൽ തന്നെ അടുത്ത സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ അപൂർവമായ സൗഹൃദങ്ങളെ ഈ കാരണം കൊണ്ട് ദീർഘകാലത്തേക്ക് ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവർ മറ്റുള്ളവർക്ക് ഏറെ സഹായങ്ങൾ നൽകുന്നവരാണ്. എന്നാൽ തിരിച്ചത് ലഭിക്കണമെന്നില്ല. ഇത് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിച്ച് കാണാനാവുന്നതുമാണ്. ഇവർക്കാകുന്ന സഹായങ്ങളെല്ലാം ബന്ധുജനങ്ങൾ ഓർമ്മിച്ചു വെക്കണം എന്നുമില്ല. ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണിവർ. ഏത് മത്സരങ്ങളിലും ഇവർ വിജയിക്കും. ഇത് ഇവരുടെ ജീവിത വിജയത്തിന്റെ പ്രധാന ഒരു ഭാഗമാണ്. ഏത് വിജയം നേടിയെടുക്കാൻ ഇവർക്ക് കഴിവുണ്ട്. പരാജയപ്പെട്ടാൽ അതേക്കുറിച്ച് ഇവർ ചിന്തിക്കാറുമില്ല. പ്രണയവിവാഹമാണെങ്കിലും വിവാഹ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരും അപ്രിയ സത്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാൻ യാതൊരു മടിയുമില്ലാത്തവരുമാണ് ഇത്. താണ സാഹചര്യത്തിലാണെങ്കിലും ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നവരാണിവർ. മാത്രമല്ല, ഇവർക്ക് നല്ല ഇണയാണ് ലഭിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രണയബന്ധങ്ങളിൽ വീഴാൻ സാധ്യതയുള്ളവരാണിവർ. ബിസിനസ് മേഖലയിൽ ഉയരത്തിലെത്തി വീണ്ടും താണു പോകുന്നതായി കാണുന്നുണ്ട്. ഇവർ നല്ല ധൈര്യമുള്ളവരും എന്തിനേയും നേരിടാൻ കെൽപ്പുള്ളവരുമാണ്. എന്നാൽ ചില നിസ്സാര കാര്യങ്ങൾ ഇവരെ തളർത്തും. കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇവർക്ക് സാധിക്കും. മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില നിസ്സാര കാര്യങ്ങളിൽ ഇവർ വളരെയധികം സെന്റിമെന്റലാവും. എന്നാൽ പുറമേ നിന്ന് നോക്കിയാൽ ഏറെ തന്റേടികളായി തോന്നുമെങ്കിലും ഇവർ ഉള്ളിൽ കൊണ്ടും വളരെ പാവങ്ങളാണ്. ഇവരെ ഈഗോ ഉള്ളവരായിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതാണ്. ആരോടെങ്കിലും വിരോധം തോന്നിയാൽ പിന്നീടുള്ള കാലം മുഴുവൻ അവരോട് അടുപ്പം കാണിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളവരാണ് ഇവർ. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് എവിടെയാണെങ്കിലും ഇവർ അംഗീകരിക്കില്ല. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന തരക്കാരാണ്. തൊഴിൽ മേഖലയിൽ പൊതുവെ ഉയർച്ച നേടുന്നവരാണ് ഇവർ. ഇവരുടെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തന്നെ ശത്രുക്കൾ ധാരാളം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സത്യം എപ്പോഴും തുറന്നു പറയുന്ന ആളുകളായതുകൊണ്ടാണ് ഇവർക്ക് ശത്രുക്കൾ ഇതുപോലെ വർദ്ധിച്ചു വരാൻ കാരണം. പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുവെങ്കിലും ജീവിതത്തിൽ ഉയർച്ച പൊതുവെ നേടുന്നവരാണ് ഈ സംഹാര നക്ഷത്രക്കാർ. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.